നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി PSCയുമായി ബന്ധപ്പെട്ട ചില ഗുരുതരമായ ആരോപണങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ യുവാക്കളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് PSCയെ പോലെ ഒരു സ്ഥാപനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഒരു കാര്യം ആമുഖമായി തന്നെ ഞാൻ പറയാം. UPSCയോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോ അംഗസംഖ്യയുടെ കാര്യത്തിലായാലും പരീക്ഷയുടെ കാര്യത്തിലായാലും മൊത്തം ഉദ്യോഗാർത്ഥികളുടെ കണക്കിലായാലും ഒക്കെ PSCക്കും ഒക്കെ മുകളിലാണ്. നമ്മുടെ PSCയിൽ ഇപ്പോൾ ഉള്ളത് 21 മെമ്പർമാർ. കണക്കുകൾ ഞാൻ പറയുന്നതല്ല, കണക്കുകൾ ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ലഭിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏതാണ്ട് 21 പേരുണ്ട് നമ്മുടെ PSCയിൽ, പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗങ്ങളുണ്ട്. ഇതിലൊക്കെ തുലവും കുറവാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും അംഗസംഖ്യ. നമ്മൾ അവകാശപ്പെടുന്നത് അവിടുത്തെ ലിറ്ററസി റേറ്റ് പോലെ അല്ല നമ്മുടേതെന്നും അവിടുത്തെ കാര്യങ്ങൾ പോലെ അല്ല നമ്മുടേതെന്നും ഒക്കെയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിലും, അതുകൊണ്ട് ഞാൻ നേരത്തെ ജ്ഞാപകമായി തന്നെ പറഞ്ഞത്, ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും UPSCയിലും നടന്നു വരുന്ന പരീക്ഷാ രീതികൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഗുരുതരമായ ഒരു ക്രമക്കേടാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ രാജ്യം ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും അല്ലെങ്കിൽ അതിന്റെ താളപ്പിഴകളും, ഇപ്പോൾ UGCയുമായി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള താളപ്പിഴകളും ഒക്കെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്താണ് PSC, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മാതൃകാ സംസ്ഥാനം എന്ന് പറയുന്നു, രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നു, ലിറ്ററസി റേറ്റിലും മറ്റു പല കാര്യങ്ങളിലും രാജ്യം തന്നെ കേരളത്തെ നോക്കിയാണ് പഠിക്കുന്നതെന്ന് പറയുന്നു. അന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സർക്കാരാണ് കടന്നുപോയത്. ഏത് സർക്കാരായാലും, UDF സർക്കാരിന്റെ കാലത്തായാലും LDF സർക്കാരിന്റെ കാലത്തായാലും PSCയിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പൊ ഞാൻ തന്നെ, എനിക്ക് ഓർമ്മയുണ്ട്, 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് PSCക്കെതിരെ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ ക്രമക്കേടുകൾ എന്ന് പറയുന്നത് പരീക്ഷ നടത്തിപ്പിലായാലും ശരി, അതിന്റെ വാല്യുവേഷനിലായാലും ശരി, വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ നമ്മുടെ PSCക്കുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ മാനദണ്ഡങ്ങൾ മറികടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പലർക്കും അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ നീറ്റിന്റെ പരീക്ഷാ പേപ്പർ അത് പലരും ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് പറയുന്നു. അതിനെതിരെ വലിയ ആക്രോശമാണ് കേരള സമൂഹത്തിൽ നിന്നുണ്ടായത്. ഇവിടെ PSCയിൽ ഈ 58 മാർക്കിന്റെ ഈ ആരോപണത്തിൽപ്പെട്ട പരീക്ഷയുടെ 58 മാർക്കിനുള്ള ചോദ്യങ്ങൾ വാല്യൂ ചെയ്തിട്ടില്ല. ആ വാല്യൂ ചെയ്യാത്ത പേപ്പറുകൾ അത് വാല്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ ആ പേപ്പർ ആവശ്യപ്പെടുമ്പോൾ, അതിന് ഫീസ് അടച്ച് ആവശ്യപ്പെടുമ്പോൾ അതുപോലും വിവരാവശ്യപ്രകാരം കൊടുക്കാത്ത ഒരു നാടായി കേരളം മാറിയെങ്കിൽ വലിയ ദുരൂഹതയാണ് ഉയർത്തുന്നത്. ഇതിനു മുമ്പ് പോലും PSCയിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കടന്നു കയറിയ ആൾക്കാരെ കുറിച്ചിട്ടുള്ള വലിയ ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞ നാടാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ ചുരുക്കത്തിൽ എല്ലാ തൊഴിൽ മേഖലകളിലും കഴിഞ്ഞ 10 വർഷങ്ങളായി, ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിനെ മാത്രമായി ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷെ കഴിഞ്ഞ 10 നമ്മളെപ്പോഴും മേന്മ നടിക്കുകയും മേന്മ പറയുകയും മേളിനടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരുടെ കാലഘട്ടത്തിൽ പോലും ഒരു കാലഘട്ടത്തിലും ഒരു സർക്കാരും തന്നെ PSCയുടെ ഇത്തരം ക്രമക്കേടുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ തന്നെ പറയുന്നത് എന്താണ്? PSCയുടെ ഇത്തരം ആരോപണങ്ങളെ കുറിച്ച് PSCയുടെ വിജിലൻസ് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. PSCയുടെ വിജിലൻസ് അന്വേഷിക്കുന്നതാണ്. ഇപ്പോൾ പാർട്ടിയുടെ ചില നേതാക്കളെ കുറിച്ചിട്ടുള്ള അന്വേഷണം വരുമ്പോൾ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനുണ്ട്, അന്വേഷിക്കാമെന്ന് പറയുന്ന ഒരു നിലപാട് പോലെയാണ് വാസ്തവത്തിൽ. ഇവിടെ PSCക്ക് വിജിലൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു നാൾ ഞാൻ ഒരു ലൈബ്രറി ഇരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ PSCയുടെ വിജിലൻസ് അവിടെ വന്ന് ഒരു പത്രം ചോദിച്ച കാര്യം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പല ഘട്ടങ്ങളിലും നമുക്ക് പോലും പഠന സമയത്ത് തന്നെ എനിക്ക് പോലും സംശയം, വളരെ ബലപ്പെട്ട സംശയങ്ങളുള്ള, വളരെ ശക്തമായ, നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്നില്ല പല വേദികളും. ആ കാലഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പേപ്പർ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പേപ്പർ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടെന്ന് വാസ്തവത്തിൽ. അപ്പോൾ അത്തരം സമയങ്ങളിൽ പോലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ക്രമക്കേടുകൾ നടക്കുന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, കണ്ടെത്തി അവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന അവരെ ഒരുപക്ഷെ പുറത്ത് ഡിസ്മിസ് ചെയ്യേണ്ടത് വന്നാൽ അത് കാലമേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഒരാൾ സർവീസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ ആ വിരമിക്കുന്ന കാര്യം ആ നിമിഷം റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അങ്ങനെ സംവിധാനങ്ങൾ ഉള്ള സമയത്ത് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ഫയൽ എഴുതുകയും എടുത്ത് ഫയൽ എഴുതുകയും ചെയ്യുക എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ കുറ്റകരമായ അവസ്ഥ. ഇനി ഒരു വേക്കൻസി അങ്ങനെ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രം വേക്കൻസി ഉണ്ടാകില്ല. ആ വേക്കൻസി എറേസ് ചെയ്യണം, വേക്കൻസി പിന്നെ ക്രിയേറ്റ് ചെയ്യണം. ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ നിയമപരമായ മാനദണ്ഡങ്ങളുണ്ട്, വഴികളുണ്ട്. ആ വഴികളിലേക്ക് ഒക്കെ എത്തിപ്പെടാൻ വളരെ എളുപ്പമായ മാർഗങ്ങൾ ഇന്ന് നമ്മുടെ സംവിധാനങ്ങൾക്ക്, ആധുനിക സംവിധാനങ്ങൾ വഴി ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ആവശ്യമായ വേക്കൻസി ഒരു വർഷവും കഴിയുമ്പോൾ ഒരാൾ എത്ര വകുപ്പുകളുണ്ട്,
അതിൽ എത്ര ആൾക്കാർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നു, അതിന്റെ കൃത്യമായ എണ്ണം എത്ര, അതിൽ എത്ര ശതമാനമുണ്ട് നേരിട്ടുള്ള നിയമനം, അതിൽ എത്ര ആണ് സർവീസ് കോട്ടയുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എത്രയാണ്, എത്ര പെർസെന്റേജ് ആണ്, ഇതൊക്കെ അറിയാൻ പബ്ലിക് ഡൊമൈനിൽ ഇതൊക്കെ ഉണ്ടാവണം. ഞാൻ ഒരു ദിവസം റിട്ടയർ ചെയ്യുന്നു, മാർച്ച് 31 ഞാൻ റിട്ടയർ ചെയ്യുന്നു. ആ 31 ഞാൻ റിട്ടയർ ചെയ്ത് അതിന്റെ ആ സമയം അന്ന് 12 മണി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ അപ്ഡേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെല്ലാം ഉത്തരവാദികളാണ്. അവരിൽ നിന്ന് വേണം, അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കേണ്ടത്. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ കേരളം എന്തിനു മാറുകയാണെന്നല്ലോ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ ലക്ഷങ്ങളാണ് നമ്മുടെ വേരിയസ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരൊറ്റ ദിവസം പരീക്ഷ നടത്തേണ്ടതുണ്ടെങ്കിൽ പോലും അതിനുള്ള സംവിധാനങ്ങൾ നാട്ടിൽ ഇന്നിവിടെയുണ്ട്, വിശേഷിച്ചും കേരളത്തിലുണ്ട്. ഇവിടെ സംഭവിക്കുന്ന അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അതിനെ വഴിമരുന്നിടാതെ 21 പേരുടെ അംഗസംഖ്യ വെച്ചുകൊണ്ട്, അതിന് ഭീമമായ പൈസയാണ് ചെലവഴിക്കുന്നത്. ഈ അംഗസംഖ്യ വെച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെ വെല്ലുവിളിക്കുന്ന പ്രവണത ഇനിയെങ്കിലും നിർത്തണം. ഇല്ല എങ്കിൽ നമ്മുടെ യുവാക്കൾ സ്വാഭാവികമായി അവർ പുറത്തേക്ക് തന്നെ പോകും. ഇവിടെ ഒരു വേക്കൻസി എറേസ് ചെയ്യാനുള്ള കാര്യം, ക്രിയേഷൻ ഉള്ള കാര്യം, അവരുടെ നിയമനത്തിലുള്ള കാര്യം, ഇതൊക്കെ പരീക്ഷക്കാലത്ത് എത്രയോ നടക്കുന്നു. ഈ വലിയ വലിയ പരീക്ഷകളൊക്കെ നടത്തുമ്പോൾ എല്ലാ നാട്ടിലെ മുക്കിന് കമ്പ്യൂട്ടർ സെന്ററുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തന്നെ പരീക്ഷ നടത്താനും അതിന്റെ ഇവാലുവേഷൻ മണിക്കൂറുകൾക്കുള്ളിൽ നടത്താനും അതിന്റെ റിസൾട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാനുമുള്ള സംവിധാനങ്ങൾ നിലനിൽക്കെ പോട്ടെ ഒരു 6 മാസത്തിനകത്ത് ഇത് പരീക്ഷ നടത്തി പ്രസിദ്ധീകരിച്ചാൽ മതി. അതിന്റെ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അത് ചെയ്യാതിരിക്കലെന്ന് പറയുന്നത് ഭരിക്കുന്ന കക്ഷിയിൽ നിന്ന്, സർക്കാരിൽ നിന്ന് നമ്മുടെ യുവാക്കൾക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അത് ഇനി അങ്ങനെ സംവിധാനം നിലനിന്നില്ല എങ്കിൽ ഈ കുറ്റകരമായ അനാസ്ഥ നാളെയും തുടരും. നമ്മുടെ യുവാക്കളുടെ വെല്ലുവിളിയാണ്. യുവാക്കൾ ഇവിടുത്തെ ജോലി അന്വേഷിച്ചിട്ട് വളരെ സാമർഥ്യമുള്ള വിദ്യാർത്ഥികൾ അവർ പുറത്തേക്ക് പോകുന്ന കാഴ്ചയ്ക്ക് ഗുണകരമാവും. അതിന് ഒരു പര്യവസാനം ഇപ്പോഴത്തെ സർക്കാരെങ്കിലും അതിന് തുടക്കമിട്ടാൽ അത് യുവാക്കളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കും. അവരുടെ ഭാവിയെ സംബന്ധിച്ചാണ് അങ്ങനൊരു ശ്രമം പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.